ഹലോ ഗായ്സ്, ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആയിട്ട് എല്ലാ ബിസിനസ്സുകളും എല്ലാവർക്കും നല്ല ഓഫറുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. സോ ഞാനും ഒരു ഓഫർ കൊടുക്കുകയാണ്. നമ്മൾ AIVB എന്ന് പറഞ്ഞ ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾക്കിപ്പം 3200 രൂപയ്ക്ക് ആണ് ഞാൻ തരാൻ പോകുന്നത്. ഇതാണ് ഞാൻ തരുന്ന ഓഫർ. സോ ഇതെങ്ങനെയാണ്, ഈ സോഫ്റ്റ്വെയർ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്കിപ്പം ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. സോ ഇത് ബേസിക്കലി ഒരു ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓൺലൈനാണ്, തികച്ചും ഓൺലൈനാണ്. നമ്മുടെ വെബ്സൈറ്റ് വഴിയാണ് ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ വേണമെന്ന് പറഞ്ഞതിന് ശേഷമോ നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഹോം പേജിൽ വരുമ്പം ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫീച്ചർ AI ക്യാൻവാസ് എന്ന് പറഞ്ഞ ഫീച്ചറാണ്. സോ ഈ സോഫ്റ്റ്വെയർ തികച്ചും സ്റ്റോക്ക് വീഡിയോസ് ആൻഡ് ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് AI ഓപ്ഷനിൽ 4 ഓപ്ഷൻസാണുള്ളത്. ടെക്സ്റ്റ്, വീഡിയോ, അതായത് നിങ്ങളൊരു സിംഗിൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ഒരു വീഡിയോ, ഓട്ടോമേറ്റഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് കണ്ടൻ്റ് എല്ലാം AI തന്നെ ജനറേറ്റ് ചെയ്ത് തരും. സ്റ്റോക്ക് ഇമേജസും സ്റ്റോക്ക് വീഡിയോസും AI ജനറേറ്റഡ് ഇമേജസും യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഫുള്ളി റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. പിന്നെ URL ടു വീഡിയോ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൻ്റെ ആർട്ടിക്കിളിൻ്റെയൊക്കെ ഒരു URL കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി വീഡിയോ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കയ്യിലൊരു PDF ഫോൾഡറുണ്ട്, PDF ഫയലുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉള്ള PDF ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ആക്കാം. പിന്നെ സ്ക്രിപ്റ്റ് വീഡിയോ, നിങ്ങളുടെ സ്വന്തം സ്ക്രിപ്റ്റ് കൊണ്ടിട്ട് വീഡിയോ ആക്കാൻ പറ്റും. സോ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്, പക്ഷേ അധികം നല്ല അടിപൊളി ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് വാട്ട് ഈസ്റ്റർ എന്ന് പറഞ്ഞ് എനിക്ക് ഈസ്റ്ററിനെ പറ്റിയൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നിങ്ങൾക്ക് ലാംഗ്വേജ് ഓപ്ഷൻ വരുന്നുണ്ട്. നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ കൊടുക്കുക. വളരെ കുറച്ച് ലാംഗ്വേജ് മാത്രമേ ഇതിനകത്ത് ഒഫീഷ്യലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. മലയാളമൊക്കെ സപ്പോർട്ട് ചെയ്യും, പക്ഷേ അത്രയും അക്യുറേറ്റ് അല്ല. അതുകൊണ്ട് നമ്മളതിപ്പം കൊടുക്കുന്നില്ല. മലയാളത്തിൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ലാംഗ്വേജസാണ് ഇപ്പം ഹൈലി അക്യുറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. AI സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് എന്ത് സ്റ്റൈലാണ് വേണ്ടത് വെച്ചാൽ അത് കൊടുക്കുക. പിന്നെ വീഡിയോ ഡ്യൂറേഷൻ, നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷൻ ഉള്ള 5 മിനിറ്റ് വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലോ അങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്യൂറേഷൻ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഓറിയൻറ്റേഷൻ 3 ഓറിയൻറ്റേഷനുണ്ട്: ലാൻഡ്സ്കേപ്പ്, സ്ക്വയർ ആൻഡ് വെർട്ടിക്കൽ. സോ വെർട്ടിക്കൽ ഓറിയൻറ്റേഷൻ കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ വീഡിയോ ടൈപ്പ് നിങ്ങൾക്ക് എക്സ്പ്ലെയിനർ വീഡിയോ ആണോ, എന്ത് വീഡിയോ, ഇൻഫർമേഷണൽ വീഡിയോ ആണോ, എന്ത് വീഡിയോ ആണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. സോ അങ്ങനെയുള്ള ഒരു ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓട്ടോ വോയിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് വോയിസസ് ആണ് വരാൻ പോകുന്നത്. കറൻ്റ്ലി നിങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോ വോയിസ് തന്നെ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ മീഡിയ നിങ്ങൾക്ക് 3 ഓപ്ഷനാണ്. ഓട്ടോ സെലക്ട് മീഡിയ ഉണ്ട്, അതായത് AI ജനറേറ്റഡ് മീഡിയ, അതായത് AI ജനറേറ്റഡ് ഇമേജസ് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഫൂട്ടേജസ് ഇമേജസും വെച്ചിട്ടും ചെയ്യും. സോ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ജനറേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ജനറേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രോസസ്സ് റൺ ചെയ്യാൻ തുടങ്ങും. പ്രോസസ്സ് റൺ ചെയ്യാനായിട്ട് ആദ്യമേ അത് ഒരു API ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് ആ ഒരു കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ വലിച്ചെടുക്കും. സോ ഇതൊന്ന് ജനറേറ്റ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം വളരെ ഏകദേശം കുറച്ച് മിനിറ്റ്സ് എടുക്കും. സോ ഇതിനകത്തൊരു ഇത്രയും പ്രോസസ്സാണ്: സ്ക്രിപ്റ്റിംഗ്, വിഷ്വൽ ജനറേഷൻ, ഇമേജസും അസറ്റ്, അതായത് വീഡിയോ ആണ്, വീഡിയോ എല്ലാം കൊണ്ടുവന്നിട്ട് തരും. പിന്നെ ഓഡിയോ സിന്തസിസ്, നമുക്ക് വോയിസ് ഓവർ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെറ്റ് ചെയ്ത് തരും. പിന്നെ എല്ലാം പുട്ടുകതർ ചെയ്ത് ഫൈനൽ റെൻഡറായി കിട്ടും. സോ അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ചില സമയത്ത് ഇവിടെ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ഇത് കാണാൻ പറ്റും. ഇവിടെയാണ് അപ്ഡേറ്റ്സും ട്രെയിനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ബട്ടൺ വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജനറേറ്റ് ചെയ്ത വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ട് ഈസ് ഈസ് എന്ന് പറയുന്ന സംഭവം അൺനോൺ സ്റ്റാറ്റസിൽ കിടക്കുകയാണ്. കാരണം അത് ഇപ്പുറത്തെ വിൻഡോയിൽ അത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ജനറേറ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ ജനറേറ്റ് ചെയ്തൊരു വീഡിയോ വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു 3 ഡോട്ട് വെച്ചിട്ട് എഡിറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഈ ഒരു എഡിറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മുമ്പ് കണ്ട സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പിൽ ഫൈനൽ റെൻഡർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ വരുന്നത് ഈ ഒരു സ്ക്രീനിലേക്കായിരിക്കും. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി അടിപൊളി ഫൂട്ടേജസ് കാര്യങ്ങളൊക്കെ താഴെ, ഇതെല്ലാം സ്റ്റോക്ക് ഫൂട്ടേജസ് ആണ് കിടക്കുന്നത് കേട്ടോ. അവിടെ നിങ്ങൾക്ക്
ഉണ്ട്. ഇങ്ങനെ ടെക്സ്റ്റ് ഉൾപ്പെടെ വരുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. പ്രീസെറ്റിനകത്താണ് ജസ്റ്റ് ആ ഒരു ആനിമേഷൻ, ചെറിയൊരു ഈ ഒരു സ്ക്രീനിൻ്റെ ആനിമേഷൻ അത് കിടക്കുന്നത്. അത് എന്ത് ആനിമേഷനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓരോന്ന് വെച്ച് നോക്കി സെലക്ട് ചെയ്യാം. ഒരു ആനിമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നണ്ണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇത് സീൻ ബൈ സീനാണ് ഓരോ ആനിമേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എല്ലാ സീനിനും ഒരേ ആനിമേഷൻ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് അപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്ലൈ ഫോർ ഓൾ സീൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ സീൻസിലും ഈ ഒരു സെയിം ആനിമേഷനാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, അത് ഈ സീൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളും ഒക്കെ മാറ്റാനും ഒക്കെ പറ്റും. പിന്നെ സ്ക്രിപ്റ്റ്, ഇവിടെയാണ് നിങ്ങൾ എന്ത് കണ്ടൻറ്റാണ് ജനറേറ്റ് ചെയ്ത് തന്നതെന്ന് കാണിക്കുന്നത്. ഓരോ സീൻ ബൈ സീൻ എന്ന് പറഞ്ഞ് കാണും. സീൻ തന്നെ പല സബ് സീൻസായി ഡിവൈഡ് ചെയ്യും. സബ് സീൻസിനകത്താണ് ഈ ഓരോ ഇമേജസ് ഇപ്പം കിടക്കുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ സീൻസ് ആഡ് ചെയ്യാം. എല്ലാം മാനുവലി ഈ ഒരു വീഡിയോയുടെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ട ഓരോ സബ് സീൻസായിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് സീനാണ്, സെക്കൻഡ് സീൻ ഈ ഒരു ടെക്സ്റ്റാണ്. അങ്ങനെ തന്നെ ഓരോ സബ് സീൻസായിട്ടായിരിക്കും കിടക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ആ ഒരു കണ്ടൻറ്റ്, ആ പറയുന്ന കണ്ടൻറ്റും ആ ഒരു ടെക്സ്റ്റ് കണ്ടൻറ്റും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. പിന്നെ സബ് ടൈറ്റിൽസ് ആണ് വളരെ ഇതായിട്ടുള്ള സംഭവം. നിങ്ങൾക്ക് ഈ കാണുന്ന സബ് ടൈറ്റിൽസ് ഉണ്ട്. ഈ ഒരു സബ് ടൈറ്റിൽസൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സബ് ടൈറ്റിൽസിൻ്റെ പൊസിഷൻ, അതായത് നടുക്ക് വരണം, അത് കൊടുക്കാൻ പറ്റും. ഫോണ്ട് ടൈപ്പ്, സബ് ടൈറ്റിൽസിൻ്റെ ഫോണ്ട് ടൈപ്പൊക്കെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഓരോ തവണ ചെയ്തതിന് ജസ്റ്റ് ഒന്ന് സേവ് കൊടുക്കുക. അഥവാ എന്തെങ്കിലും സിസ്റ്റം ഓഫായി പോവുകയോ നെറ്റ് കണക്ഷൻ പോവുകയൊക്കെ ആണെങ്കിൽ ഈ ഫയൽ അവിടെ സേവായി കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പിന്നെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് സേവ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കുന്നത് കാരണം വെച്ചാൽ എൻ്റെ നെറ്റ് അത്യാവശ്യം ശോകമാണ്. സോ ഇതാണ് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം കാര്യങ്ങളും. നിങ്ങൾക്ക് ഈ ഒരു ഓവർലേ ടെക്സ്റ്റൊക്കെ കിട്ടും. ഓവർലേ ടെക്സ്റ്റ് നമുക്ക് ഈ സെയിൽസ് വീഡിയോസ് റിലേറ്റഡ് ഒക്കെയാണ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടും. നിങ്ങൾക്ക് ഇമേജൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊടുക്കേണ്ടത് അതും എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ വോയിസ്, നമുക്ക് ഈ ഏത് വോയിസാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കുറേ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. 11 Labs ഇൻ്റഗ്രേഷൻ API, നിങ്ങൾക്ക് 11 Labsൻ്റെ API കീ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വോയിസസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ക്ലോൺ വോയിസ് എന്ന് പറഞ്ഞൊരു വോയിസ് ക്ലോണിങ് ആപ്പ് ഉണ്ട്. 1 ടൈം പ്രൈസ് ആണ്. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഇങ്ങനെയുള്ള ആപ്പ് വല്ലതും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഈ ക്ലോൺ വോയിസിൻ്റെ റെഗുലർ പ്രൈസിങ്, അതായത് 1 ടൈം പ്രൈസാണ്, പക്ഷേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഡിസ്കൗണ്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് ഡിഫോൾട്ടായിട്ട് കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓരോ തവണയും ഇഷ്ടമുള്ള വോയിസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് വോയിസ് ഓവർ, അതായത് ഓരോ സീൻ്റെ വോയിസ് ഓവർ നിങ്ങൾക്ക് പല ആൾക്കാരുടെ വോയിസ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൂളാണ്. പിന്നെ മീഡിയയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്ലോഡ് മീഡിയ, നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഈ സീനിലാണ് അത് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്ലോഡ് കൊടുക്കുക, യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോക്കായിട്ട് നിങ്ങൾക്ക് വീഡിയോസും ഇമേജസും ആണ് വരുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഇമേജസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ AI വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനേ പറ്റൂ, വീഡിയോ അല്ല, ഇമേജ്. ആ ഒരു ഇമേജ് നിങ്ങൾക്ക് എന്നിട്ട് ഈ ഒരു അപ്ലോഡ് സെക്ഷനിലായിരിക്കും ഓട്ടോമാറ്റിക് ജനറേറ്റ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അത് നിങ്ങൾക്ക് ഓരോ സീൻ ബൈ സീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആർട്ടിസ്റ്റ്ലി എന്ന് പറഞ്ഞൊരു AI ഇമേജ് ജനറേഷൻ ടൂളുണ്ട്. 1 ടൈം പ്രൈസാണ്. ആ ഒരു ടൂളിനകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൂളിന് വഴി ജനറേറ്റ് ചെയ്ത ഇമേജസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് ഇപ്പോഴത്തെ ബേസിക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫൈനൽ റെൻഡർ, അതായത് സേവ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റെൻഡർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ആ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ജനറേറ്റ് ആയി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് മെയിൽ ID വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാനിത് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ആ മെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് ഒരു മെയിൽ വരും, നിങ്ങളുടെ വീഡിയോ ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മെയിലിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോമിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് കാണിക്കാം. ജസ്റ്റ് ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഈസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ എക്സ്പോർട്ടഡ് ആയി കിടക്കുവാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നിങ്ങൾ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അന്നേരം ആ ഒരു ഇൻ്റർഫേസിലോട്ട് പോകും. ജസ്റ്റ് ഈ ഒരു 3 dots ക്ലിക്ക് ഓൺ ഡൗൺലോഡ്. ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. Add-on
Soft light breaks and a new day begins with gentle promise. Easter marks ഒരു എരപ്പ് കണക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇഷ്യൂ ആണ്, സോറി. സോ ഈ ഒരു രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് സെഷനിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അത് എപ്പം വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് പിന്നെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. സോ ടെംപ്ലേറ്റൊക്കെ ജസ്റ്റ് ഓൾഡ് സ്കൂൾ, ഇച്ചിരി പഴഞ്ചൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്റ്റോറി ബോർഡും നമുക്കൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ പോലത്തുള്ള വീഡിയോസ് വിത്ത് വോയിസ് ഓവർ കിട്ടുന്ന സംഭവമാണ്. ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച് ഈ സ്റ്റോറി ബോർഡിൻ്റെ സെയിം സംഭവം തന്നെ, പക്ഷേ ഫുൾ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്യാൻവയാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന മെയിൻ ഫീച്ചർ. സോ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അൺലിസ്റ്റഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, പബ്ലിക് അല്ല. നിങ്ങൾക്ക് ഞാൻ ഒരു ഗ്രൂപ്പിലോട്ടോ ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും ഷെയർ ചെയ്ത് തരുന്നത്. ആ ഒരു വ്യക്തികൾക്കും അത് കിട്ടുന്ന ആൾക്കാർക്കും ഇന്നും നാളെയായിട്ടാണ് ഓഫർ. ഇന്നെന്ന് പറഞ്ഞാൽ 5th April, പിന്നെ 6th April, ഈ ഒരു 2 ദിവസമായിട്ടായിരിക്കും ഓഫർ. 3200 rupees ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഫുൾ ആക്സസ് കിട്ടും. ഫുൾ അപ്ഡേറ്റും കാര്യങ്ങളും ഫീച്ചർ അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഫ്രീ ട്രെയിനിങ്, ഇതിനകത്ത് ഓരോ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും സംശയങ്ങളും എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ലൈവ് സെഷൻ വേണമെങ്കിൽ ലൈവ് സെഷൻ, റെക്കോർഡ് വീഡിയോ വേണമെങ്കിൽ റെക്കോർഡ് വീഡിയോ, അങ്ങനെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ തന്നെയായിരിക്കും അധികം പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ പേര് നന്ദു വിദ്യാധരൻ. ഞാൻ ഒപ്റ്റിസോഡ് AI ടെക് എന്ന് പറഞ്ഞ രീതിയിൽ ചെറിയൊരു പ്രൊപ്രൈറ്ററി ബിസിനസ് റൺ ചെയ്യുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ചെറിയൊരു സോഫ്റ്റ്വെയർ ആണിത്. ഇതുപോലെ നമുക്ക് കുറച്ച് അഫിലിയേറ്റ് പ്രോഗ്രാം വഴിയുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്സ്.